ഹായ് നമസ്കാരം, ഹരിയാണ് സംസാരിക്കുന്ന. പ്രൊറയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈറ്റ്ലയിലുള്ള ഹോണ്ടയുടെ ബിഗ് വിങ്ങിന്റെ ഡീലർഷിപ്പിൽ വന്നേക്കാണ്. ഹോണ്ടയുടെ എന്റെ ക്രൂസർ ബൈക്കായ റിബൽ 500 കാണാനായിട്ട് ചെന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അതിഥി എനിക്ക് കാണാൻ സാധിച്ചില്ല. എനിക്ക് കാണാൻ സാധിച്ചത് മറ്റൊരു അതിഥിയാണ്. അവരുടെ തന്നെ XADV എന്ന് പറഞ്ഞ അഡ്വഞ്ചർ സ്കൂട്ടറാണ്. ഇതൊരു അഡ്വഞ്ചർ ക്രോസ് ഓവർ സ്കൂട്ടറാണ്. ഹോണ്ട ഇവിടെ കൊണ്ടുവന്ന പല മോഡലുകളും വിദേശത്തു നിന്ന് വരുന്ന വിദേശികളെ പോലാണ്. ചില മോഡലുകളൊക്കെ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ, ചില മോഡലുകൾ കൂടുതൽ നാള് ഇന്ത്യയിൽ ഉണ്ടാവും. നിലവിലെ സാഹചര്യത്തിൽ ഹോണ്ട പുതുതായിട്ട് കൊണ്ടുവന്ന പല മോഡലുകൾ ഈ അവസ്ഥയിലാണ്. ഈ സ്കൂട്ടറിന്റെ എഞ്ചിൻ മറിച്ചെങ്കിൽ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള 745 cc ഒരു പാരൽ ട്വിൻ ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ വണ്ടി കാണുമ്പോൾ ഇത്രയും വലിയ എഞ്ചിനാണ് ഇതിനകത്ത് ഇരിക്കണേന്ന് നിങ്ങൾ പ്രതീക്ഷിക്കില്ല. വല്ല 160 വല്ല 200 cc എഞ്ചിനൊക്കെ ഇരിക്കണേന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. 57.8 bhp പവറും അറ്റ് 6750 RPM, പിന്നെ ടോർക്ക് തന്നെ 69 എണ്ണം അറ്റ് 4750 RPM ആണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന DCT ഗിയർ ബോക്സ് ആണ്, CVT അല്ല, നോർമൽ സ്കൂട്ടറുകൾ തന്നെ പോലെ. അതായത് ഈ അഡ്വഞ്ചർ സ്കൂട്ടർ കുറഞ്ഞ CC ആയിട്ടുള്ള വേരിയന്റ് 160 175 വേരിയന്റോ സുസുക്കിയുടെ ബർഗ്മാൻ, എയറോക്സ്, സൂമിനെതിരെ 1,40,000 എക്സ്ഷോറൂം പ്രൈസിൽ കൊണ്ടുവരാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും. ഞാനും എന്റെ പ്രേക്ഷകരും ഇത് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ADV സ്കൂട്ടറാണിത്. ഇതിനെ കൊണ്ടുവന്ന് ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്നെ സംതൃപ്തി തരുന്ന രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇത് ഹോണ്ട മോട്ടോർസൈക്കിൾ ഷോറൂമാണോ അതോ മ്യൂസിയമാണോ അല്ലെ ഡീലർഷിപ്പുകാർ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കണോണ്ട് ചോദിച്ചതാ. വാഹനം വാങ്ങാൻ വരുന്ന കസ്റ്റമർക്ക് താൻ വാങ്ങാൻ പോകുന്ന വാഹനത്തേലൊന്ന് ഇരുന്ന് നോക്കാൻ ഉണ്ടാകില്ലേ? പിന്നെ ഇവിടെ ബുക്ക് ചെയ്ത വണ്ടിക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടുന്നില്ല. പിന്നാണോ ഇതിനെ കണ്ടത്? ആഫ്രിക്ക ട്വിൻ ഇരിക്കുന്നുണ്ട്, CBR ഇരിക്കുന്നുണ്ട്, പിന്നെ ഹോണ്ടയുടെ തന്നെ CB ഹോർണറ്റും ഇരിക്കുന്നുണ്ട്. ഹോണ്ട ഹോർണറ്റ് സീരീസിന് ബിഗർ CC മോഡൽ ഉള്ള കാര്യം പലർക്കും അറിയത്തില്ല. പിന്നീട് കണ്ടത് CB 350, ഹോണ്ടയുടെ തന്നെ പഴയ പുലിയായ CB 77 ആണ് പിന്നീട് ഇരിക്കുന്നത്. ഈ മോഡലിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അറിയാൻ താല്പര്യമുള്ളവർ ഫോറമാളിന്റെ അടുത്തുള്ള ബിഗ് വിങ് ഹോണ്ടയുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ്മാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഈ മോഡലിനെ പറ്റി പറഞ്ഞു തരും. അപ്പൊ ആരും മറക്കണ്ട, കുണ്ടന്നൂർ ഫോറമാളിന്റെ അടുത്തുള്ള ഹോണ്ടയുടെ ഡീലർഷിപ്പ്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീയും CBR 650 ഈ കാണുന്ന ക്രിസ്മസ് ട്രീയുടെ പുറകിലായിട്ട് ഹോണ്ടയുടെ തന്നെ അഡ്വഞ്ചർ ബൈക്കായ NX 500 ഇരിക്കുന്നുണ്ട്. ഹോണ്ടയുടെ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾ ആയ NX 500 പണ്ട് തൊട്ട് ഒരു ആരാധന ഇഷ്ടം എനിക്കുണ്ട്. ചുരുക്കി പറഞ്ഞ ഹോണ്ടയുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ ഇതാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എന്തോ ഇവനെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഹോണ്ട തന്നെ ഈ മോട്ടോർ സൈക്കിൾ ഹൈലി പ്രൈസ് ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഈ മോട്ടോർ സൈക്കിൾ ഇത്രയും ഹ്യൂജ് പ്രൈസിങ് ആയതുകൊണ്ട് തന്നെ തൽക്കാലം ഇവനെ സ്വന്തമാക്കുന്നതിനെ പറ്റി ഇപ്പൊ ചിന്തിക്കാൻ സാധിക്കില്ല. മറ്റു കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മീഡിയ ആയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.